ക്യാബിൻ ക്രൂ ആകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പറയുന്ന കാര്യം സുന്ദരനോ സുന്ദരിയോ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതല്ല മെയിനായിട്ടുള്ള മാനദണ്ഡം. ഓഫ് കോഴ്സ് പ്ലീസിങ് പേഴ്സണാലിറ്റി ആയിരിക്കണം, പ്ലസൻറ്റ് ലുക്ക് ആയിരിക്കണം. നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ ടോൺ എന്താണോ അതിനെ ഹെൽത്തി ആൻഡ് ഫ്രഷ് ആൻഡ് ക്ലീൻ നീറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് ഞാൻ ഇരുണ്ട സ്കിന്നാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നിറം കുറവാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കളർ തിങ്കിങ് വളരെ കൂടുതലാണ് കുട്ടികളുടെ ഇടയിൽ. അതിൻ്റെ ആവശ്യമില്ല. വാട്ട് എവർ യുവർ നാച്ചുറൽ സ്കിൻ ടോൺ ഇസ്, കീപ്പ് ഇറ്റ് വെരി ഹെൽത്തി, ക്ലീൻ ആൻഡ് നീറ്റ്. ഫ്ലോലെസ് സ്കിൻ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അല്ലാതെ ഒരിക്കലും വെളുക്കണം, കറുത്തിട്ടാണ് അല്ലെങ്കിൽ വെളുത്തിട്ടാണ്, അങ്ങനെ ഒരു മിസ്കൺസെപ്റ്റ് ഒരുപാട് കുട്ടികളിലുണ്ട്. ആൻഡ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. വൈ യു നീഡ് ടു ഹാവ് എ പ്രോപ്പർ ഹൈറ്റ് ആൻഡ് വെയ്റ്റ്? ഓഫ് കോഴ്സ് യു ആർ ഗോയിങ് ടു വർക്ക് ഇൻ എ എയർക്രാഫ്റ്റ്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ ഹൈറ്റ് ഒരു മിനിമം ഹൈറ്റിൻ റിക്വയർമെൻറ്റ്സിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ്, എമർജൻസി എക്യുപ്മെൻറ്റ്, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു, എസ്പെഷ്യലി ഡ്യൂറിങ് എമർജൻസീസ് ആൻഡ് ഓൾ. സോ കോഴ്സ് എമർജൻസീസ് എല്ലാ ദിവസവും ഉണ്ടാവുന്നില്ല, പക്ഷേ ഇൻ കേസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇഫ് ഇറ്റ് ഹാപ്പൻസ്, you should be able to act accordingly, act immediately. So for that, your physical fitness is very important. Then comes what? Your language. Why you need to have good language, good communication skills? Because നിങ്ങൾക്ക് പാസഞ്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൂവിനോട്, കൂടെയുള്ള കൊലീഗ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു talk properly, if you don't know how to talk with emotions, emotionally intelligent, emotionally aware ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, how you are going to deal with the situations or people on board? So ഇതെല്ലാം കൂടെ combined ആയിട്ട് വരുമ്പോഴാണ് you are going to get selected in the interview. Of course you need to have communication skills, interpersonal skills, soft skills, emotional intelligence, your height and weight, your pleasing presentable personality, പ്ലസ് ഗുഡ് ഗ്രൂമിങ്. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ഷൻ കിട്ടുക. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വാട്ട്? ദാറ്റ് ഈസ് എ ബിഗ് പാർട്ട്. ബിക്കോസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, ഓക്കെ, ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ ഇസ് കംപ്ലീറ്റഡ്, യു ഗോട്ട് സെലക്റ്റഡ്, നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് യു ആർ നോട്ട് ഗോയിങ് ടു പുട്ട് ഓൺ ദ യൂണിഫോം ആൻഡ് ഗോയിങ് ടു ഫ്ലൈ. നോ, യു ആർ ഗെറ്റിംഗ് സെലക്റ്റഡ് ഫോർ ദ ട്രെയിനിങ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് റിക്രൂട്ടേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് വെദർ ദിസ് കാൻഡിഡേറ്റ് will be able to crack the training and whether he or she will be able to perform on board എന്നുള്ളതാണ്. And what you are going to perform on board, here comes the big thing. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ക്യാബിൻ ക്രൂ ആകണോ എന്ന് ചോദിച്ചാൽ വേണ്ട. അതെന്താ, ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നതല്ലേ? ഡെഫിനറ്റ്ലി നോട്ട്. ഇറ്റ്സ് എ മിത്ത്. Of course you are doing service on board. Service means food and beverages. You are serving passengers food and beverages. നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതാണോ മെയിൻ? അല്ല. ഓൺ ബോർഡ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ എമർജൻസീസ് ഉണ്ടായാൽ യു ഹാവ് ടു ബി ദർ, ലൈക്ക് ദർ ഇസ് ഡോക്ടേഴ്സും നഴ്സസും ഓൾവേസ് അവൈലബിൾ അല്ല. So you are the one who are going to give first aid. So you need to learn first aid. Then comes safety emergency protocols. ഒരു എമർജൻസി സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എമർജൻസി വന്നാൽ യു ആർ ഗോയിങ് ടു ആക്ട് ഇമ്മീഡിയറ്റ്ലി. സോ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഓൺ ബോർഡ് വന്നു കഴിഞ്ഞാൽ, വിച്ച് ഈസ് വെൻ യു ആർ ഫ്ലൈയിങ്, സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കംസ് യുവർ മെൻ്റൽ ഹെൽത്ത്. ഓഫ് കോഴ്സ് മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും പോയിട്ടൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ദെൻ കംസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒരു എമർജൻസിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാനിക്കിംഗ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, ഹൗ യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ പാസഞ്ചേഴ്സ്, ഹൗ യു ആർ ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. So your language is important, your emotional intelligence is important, your mental health is important for these purposes. Emotional intelligence എന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ക്യാബിൻ ക്രൂവിന് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ആവശ്യം എന്താണെന്ന്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഡ്യൂറിങ് അതർ സിനേറിയോസ്, അത് വൺസ് ഇൻ എ ബ്ലൂ മൂണേ സംഭവിക്കുള്ളൂ, ഡെയിലി ഉണ്ടാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഫോർ ഗോഡ്സ് സേക്ക് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും എല്ലാം ചെക്ക് ചെയ്യുന്നത്. സോ യു വോണ്ട് ടു ബിക്കം എ ക്യാബിൻ ക്രൂ? നോ. വൈ? ഐ ഡോണ്ട് വോണ്ട് ടു ഡു ടീ കോഫി സർവീസ്. സോ ടീ കോഫി സർവീസ് മാത്രമല്ല നിങ്ങൾ അവിടെ ചെയ്യുന്നത്. യു ആർ ഗോയിങ് ടു വർക്ക് ആസ് എ ഡോക്ടർ, യു ആർ ഗോയിങ് ടു വർക്ക് ആസ് എ നേഴ്സ്, യു ആർ ഗോയിങ് ടു വർക്ക് ആസ് എ ബേബി സിറ്റർ, യു ആർ ഗോയിങ് ടു വർക്ക് ആസ് എ
what not, bomb diffuser maybe, or maybe you are going to work as a firefighter. You are all in one there on board. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഇൻ്റർവ്യൂവിന് അവർ ചെക്ക് ചെയ്യുന്നത്.